ചായയുടെ കൂടെ എന്തെങ്കിലും ഒരു സ്നാക്സ് ഇല്ലാതെ കുടിക്കാൻ വലിയ ബുദ്ധിമുട്ടല്ലേ? അപ്പം നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ ബേക്കറി സ്നാക്സുകൾ ഒന്ന് മാറ്റി നിർത്തി നമുക്ക് ഇലയിട ഉണ്ടാക്കിയാലോ? കഴിഞ്ഞ ദിവസം അച്ചമ്മയുടെ വീട്ടിൽ പോയപ്പോൾ ഇല കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ സാധനങ്ങളൊക്കെ റെഡിയാക്കി അമ്മ ഉണ്ടാക്കാൻ തുടങ്ങി. പണ്ടൊക്കെ സ്ഥിരം ഇതൊക്കെ ആയിരുന്നോണ്ട് വലിയ കൗതുകമൊന്നുമില്ല. ഇപ്പൊ പിന്നെ ഈ സ്ഥിരം ബിസ്ക്കറ്റ്, ചിപ്സ് അതൊക്കെ കഴിച്ച് ഇടയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് ഒരു രസമാണ്. പിന്നെ ശർക്കര, തേങ്ങ, ഏലക്ക, പിന്നെ ആഡംബരത്തിന് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ മിക്സ് ചെയ്ത് ഇലയിൽ മാവ് നിരത്തി വെച്ച് പരത്തിയിട്ട് അതിനകത്ത് ഫില്ല് ചെയ്തതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്ത് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുവാണ്. പിന്നെ ഒരു സത്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു വലിയ ഫാനൊന്നുമല്ല ഞാൻ, എങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു കൊതിയുണ്ട്. അങ്ങനെ അമ്മ എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മളിത് പാത്രം അൺബോക്സ് ചെയ്യുകയാണേ. കറണ്ട് പോയി. ഇപ്പം ഇങ്ങനെയാണല്ലോ, സാരമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയുടെ ചൂടോടെ തന്നെ അങ്ങ് കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.